ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം. വൃത്തിയാക്കിയെടുത്ത ചെമ്മീനെ നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്ത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും അതുപോലെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ. ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങാ നീരാണ് കേട്ടോ. ഇനി നാരങ്ങാ നീരില്ലെങ്കിൽ നമുക്ക് വിനാഗിരി ഒഴിക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് ഒഴിക്കണം കേട്ടോ. ഇനി നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഒത്തിരി ഒന്ന് വേവിക്കൊന്നും വേണ്ട, ഒരു 1/2 വേവ് മതി. അത്രയൊന്ന് നമുക്ക് ആക്കിയെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ചെമ്മീൻ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം. ഒത്തിരി വേവിക്കേണ്ട, 2 ഭാഗവും നമുക്ക് മറിച്ചും തിരിച്ചും ഇട്ട് അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. കാരണം നമ്മൾ ഗ്രേവി ഉണ്ടാക്കിയിട്ട് അതിനകത്തും കൂടി ഇട്ട് നമുക്ക് ഒന്നും കൂടി വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഏകദേശം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ അവിടെ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ചെമ്മീൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഇല്ലല്ലോ അല്ലേ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ചെമ്മീൻ. അപ്പോൾ നമുക്ക് അതിനെ നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ അടിപൊളിയല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെയാണ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് ചോറ് ഒരു പാത്രം ചോറ് തീരുന്നത് പോലും നമ്മൾ അറിയില്ല ഈ കറിയൊക്കെ ഒന്ന് കൂട്ടി കഴിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാവരും തന്നെ ഇതൊന്ന് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഒരുവിധം നന്നായിട്ടൊന്ന് ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങോട്ട് ഈ പാത്രത്തിൽ നിന്നും കോരി മാറ്റാം. ഇത് മുഴുവൻ നമുക്ക് മാറ്റി കൊടുത്തിട്ട് ഇനി നമുക്ക് ചെറിയുള്ളിയും തക്കാളിയും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. സാധാരണ നമ്മൾ സവാള ഇട്ടിട്ടാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിന് ഭയങ്കര ഒരു മധുരമായിരിക്കും. അപ്പോൾ നമുക്ക് മുഴുവനും
ചെറുതുള്ളി തന്നെ ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതാണ് നല്ല ടേസ്റ്റും അത് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വറുത്ത ചെമ്മീൻ മുഴുവനും ഇതിൽ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം ഒന്ന് വെന്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ഇനി നമുക്ക് ആ തവയിലോട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചതച്ചതാണെങ്കിലും മതി, ഒത്തിരി പേസ്റ്റ് ആക്കിയൊന്നും വേണ്ട. നീളത്തിൽ അരിഞ്ഞതാണെങ്കിലും മതി, അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയുള്ളി നല്ല തിന്നായിട്ട് പരമാവധി കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് വെന്ത് റോസ്റ്റ് പോലെയായി കിട്ടും. ഒരു ബ്രൗൺ കളറാവുന്നതോടും വരെ നമുക്ക് ഇത് വേവിക്കേണ്ടതായിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു വിധത്തിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. കണ്ടോ, ഇപ്പം അത് ഒരുവിധം ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടി കൂടി അല്പം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം നമുക്ക്. ഇപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ തക്കാളി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അത്യാവശ്യം ഒന്ന് ചെറിയ തോതിൽ നിന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേണം വേവിക്കാൻ. ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം നമുക്ക്. കണ്ടോ, അത്യാവശ്യം ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ച തക്കാളിയിലോട്ട് നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് അതിനെ വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയാക്കിയിട്ട് നമുക്കതിന് മുകളിലോട്ട് അല്പം കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചെമ്മീനൊക്കെ വീട്ടിൽ
കുട്ടികൾ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയത്തില്ല ഇതിന് ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. നമുക്കിനി അതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കി നോക്കി കഴിച്ചതിന് ശേഷം എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ.